ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം വിനയത്തിന്റെ മാതൃക, മോഡൽ ഓഫ് ഹ്യൂമിലിറ്റി എന്നുള്ളതാണല്ലോ. ഇന്നത്തെ ഏവങ്കേലിയോൻ ഭാഗമായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങളാണല്ലോ. ഈ വേദഭാഗത്തിൽ നമുക്ക് രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ രണ്ട് വ്യത്യസ്ത പ്രാർത്ഥനകൾ കാണുവാൻ സാധിക്കും. ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ വിനയപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. 1. സെൽഫ് റൈറ്റസ്നെസ്, സ്വയം നീതീകരണം. 2. ലാക്ക് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലായ്മ. 3. ഔട്ട്വേർഡ് അപ്പിയറൻസസ് ഇൻ ഫെയ്ത്ത്, ബാഹ്യമായ വിശ്വാസ പ്രകടനം. 4. ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം. 5. ഇഗ്നോറിംഗ് ഇന്നർ മോട്ടീവ്സ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ഉദ്ദേശത്തെ തന്നെ അവഗണിക്കുക. 6. സ്പിരിച്വൽ ബോസ്റ്റിംഗ്, ആത്മീയ പൊങ്ങച്ച. ഈ മേൽപ്പറഞ്ഞ സ്വഭാവങ്ങൾ ഏതെങ്കിലും നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. സ്വയം നീതീകരണം നമ്മെ അഹങ്കാരത്തിലേക്കും അഹങ്കാരം നമ്മളെ പാപത്തിലേക്കും നയിക്കുന്നു. 1 പത്രോസ് 5:5 ഇപ്രകാരം പറയുന്നു: ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. 1 യോഹന്നാൻ 1:8-9 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മൾക്ക് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചുങ്കക്കാരനെ പോലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. യാക്കോബ് 4:10 ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ, ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ആമേൻ.